ഹലോ ഹലോ നാസർക്ക. എടാ അൻപറേ ഒരു 5 റുപ്യ തിരുമറിക്ക് ഉണ്ടാവും ഞാൻ. അയ്യോ നാസർക്ക, ഞാൻ ഇപ്പൊ ചെലവിനെടുത്ത പൈസ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇക്കുറി ഭയങ്കര മോശമാണ് വർക്കൊക്കെ. എടാ ചെറിയ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു, ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് മതി. തന്നെ എനിക്കെന്താ അറിയോ, എന്റെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ല. നിങ്ങളൊരു 2 ദിവസം കൊണ്ട് തരേണ്ടി വരും, അല്ലെ ആകെ ലോക്കാവും ഞാൻ. ഒരു 4 ദിവസത്തെ ഗ്യാപ്പ്, ഇനി 4-3 ദിവസം വേണ്ടില്ല കേട്ടോ. തന്നെ സ്വീപ്പാവില്ലല്ലോ? ഇല്ല 2 ദിവസം സെൻഡ് ചെയ്തിക്ക് കേട്ടോ. ഞാൻ ചെയ്യാം സെൻഡ് ചെയ്യാം കേട്ടോ, ഗൂഗിൾ പേ ചെയ്യാം. ശരി ഓക്കെ. അൻവറേ. നാസർക്ക, എന്തായി നമ്മള് പൈസ അത് വന്നില്ല. ചേടാ നിങ്ങൾ അങ്ങനെ പറയില്ലേ. ഞാനെന്താ വെച്ചാല് ഞങ്ങളോട് പറഞ്ഞില്ല, നിങ്ങൾക്ക് അറിയില്ല അവസ്ഥ ഒക്കെ. ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് വേണ്ട കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് നോക്കിട്ടോ, ഇനി നീട്ടല്ലേ. ശരിയാ കേട്ടോ. ഓക്കെ. ഒരു ചായ കേട്ടോ. നാസർക്ക, എന്തായി? എടാ ഞാൻ വിളിക്കടാ. നിങ്ങള് ശരിയായിട്ടില്ല, എല്ലാ ദിവസവും ഓരോ ഇത് പറയല്ലേ നിങ്ങളെ. അതല്ലേ അത് റെഡി ആവുമ്പോ വിളിക്കൂലേ, ഇന്നെങ്ങനെ വിളിച്ച് ശല്യം ചെയ്തൊക്കെയല്ലേ. വിളിക്കാം കേട്ടോ. എന്നാ നീ പർച്ചേസിന് പോണ്? ഇപ്പൊ നോമ്പിന് 2 ദിവസം മുന്നേ പോണെന്ന് കരുതി. ഇനി വിളിക്കണം കേട്ടോ, നമുക്ക് ഒന്നിച്ചു പോവാ. എനിക്ക് വേണം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ. വരി എന്തായാലും ഒന്നിച്ചു പോവാ. ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പരിപാടി ആലോചിച്ചോണ്ട് പെരുന്നാളിന്റെ കച്ചവടം. അല്ല, ഇന്നലെ ഞാനതിൽ പോയപ്പോ ഒരു പാട് വണ്ടി ഉണ്ടല്ലോ റോട്ടും മുറ്റത്തൊക്കെ. എന്തൊരു പരിപാടി അത് ഇന്നലെ ആ കാറ് വാങ്ങിയത് ചെലവ് ചെക്കന്മാർക്ക് ചെയ്ത് കൊടുത്താ. അത് ശരി. ഫുഡിന് ചെലവിനെ 20 റുപ്യനെ 20 റുപ്യ വാല്യായി. ഭയങ്കര പരിപാടി ഇപ്പൊ. പിന്നെ വേറെന്തൊക്കെയാ? എന്തായാലും നാസിക്ക് വർത്താനം സുഖല്ലേ? അങ്ങനെ പോണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ആരാണ് നാസർക്ക്? അത് വേറെ ടീമാണ്, കുഴപ്പമൊന്നുമില്ല. എടുത്തു നോക്കിക്കൂടെ? കുഴപ്പമില്ല. എന്നാ ശരി, നിങ്ങൾ സംസാരിക്കും. ആയിക്കോട്ടെ. നാസർക്ക, എന്താ പറയേ? എന്തായി? പൊന്നാറ് വരെ ഞാൻ അവിടെ രാജ്യം വിട്ട് പോകണമെന്നില്ല. ഇതിന് പൈസ എത്തിയില്ല, എത്തുമ്പോൾ തിരിച്ചു വരൂലേ? നിങ്ങൾ മനസ്സിനെ വിളിച്ച് വഷളാക്കാൻ പാടുണ്ടോ? പൊന്നാന നാസർക്ക, ഞാൻ ഒറ്റ ബുദ്ധിമുട്ടിലാണ്. ഞാൻ പറഞ്ഞ നിങ്ങളോട് കുട്ടിന്റെ ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊക്കെയാണ്. ഞാൻ അടുത്ത വരും. ഞാൻ അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ്, അല്ലാതെ അങ്ങനെ ചോദിക്കൂല. പ്ലീസ് കയ്യിൽ പൈസ വരട്ടെ. എന്താണ് നിങ്ങൾ അങ്ങനെ ചൂടായിട്ട് എന്താ കാര്യം? വെറുതെ മനസ്സിലടങ്ങാറാക്കാനായിട്ട്. എന്താണ് കയ്യിലെ പൈസ കൊടുത്ത് കടിക്കണ പട്ടിനെ വാങ്ങിയാരണം മാതിരിയായിട്ട് ഒന്നുമില്ലടാ, ഞാനൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഞാൻ ചെറിയ പ്രശ്നത്തിലാണ്. ഞാൻ നമ്മളാ നാസറില്ലേ, അപ്പൊ മൂപ്പർക്ക് ഒരു 6000 റുപ്യ പോയി. മൂപ്പര് ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞും ചെയ്ത് 2 ദിവസത്തെ ഗ്യാപ്പ് എന്റെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങള് പെട്ടെന്ന് തിരിച്ചു തരണം. ഒരു 3 വട്ടം ഞാൻ ചോദിച്ചു, തരുന്നൊരു പരിപാടി ഇല്ലാന്ന് മാത്രല്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വിളിച്ചു. ഇപ്പൊ ചൂടാകുക, ഭയങ്കര ചൂടാകുക. ഇപ്പോഴാണ് ഈ പെണ്ണുങ്ങള് കുട്ടിക്ക് സുഖമല്ലാറിന് പെരുമ്പോൾ ചോദിച്ചത്. എന്റെ കയ്യിലാണ് ഈ 10 പൈസ. എന്താ ചെയ്യിക്കറിയില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഈ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഇപ്പൊ എന്റെ ഹോസ്പിറ്റൽ കേസ് എന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലുണ്ടോ ഇല്ലാത്ത പിന്നത്തെ കേസ് ഇത് പിടിക്കും. തൽക്കാലം എന്റെ ഹോസ്പിറ്റൽ കേസ് നടത്താം. അപ്പൊ എന്റെ കാര്യം നടക്കാൻ മതി, അല്ലെങ്കിൽ അതല്ല, ചില ആൾക്കാരുണ്ട്. ഇതിപ്പോ എന്താണെന്നറിയോ, നമ്മൾ സുഹൃത്തുക്കൾ കടം ചോദിക്കുമ്പോഴേ പല ആവശ്യത്തിന് എടുത്ത് വെച്ച പൈസ എടുത്തിട്ടേക്കാരും തരില്ല. ഇതുപോലുള്ള ആൾക്കാർ ഇതേപോലത്തെ തെറ്റ് ചെയ്യുന്നോണ്ടേ മറ്റുള്ളവർക്കും കൂടി ഉപകാരം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതെ, പിന്നീട് പോലാണെങ്കിൽ ശത്രുക്കളാവും ചെയ്യും. അതന്നെ കറക്റ്റ്.